മധുരം കഴിക്കാൻ സാധിക്കാത്ത ഡയബറ്റിക് പേഷ്യൻസിന് ആ മധുരം കിട്ടുന്നു എന്നുള്ളൊരു ഫീലോടുകൂടി കാലറി കൗണ്ട് കൂട്ടാതെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇവയെല്ലാം നല്ലതാണോ, ആരോഗ്യകരമാണോ? ഈ 100% ആരോഗ്യകരമാണോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ 100% നോ. അങ്ങനെ നമുക്ക് അത് അത്ര ആരോഗ്യകരമാണെന്ന് പറയാൻ പറ്റില്ല. കിഡ്നിയാണ് എല്ലാ സാധനങ്ങളെയും ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നാച്ചുറലി ഇതിന്റെ ബൈ പ്രോഡക്ട്സിനെയും ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ടത് കിഡ്നിയാണ്. അപ്പൊ കിഡ്നിക്ക് ലോഡ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതാണ് ഈ ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളിൽ ഒട്ടുമിക്കതും. ഡയബറ്റീസിനെ കുറിച്ച് പറയുമ്പം ഒരു ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളുടെ റേഞ്ച് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എന്നുള്ള നിലയിലാണ് മാർക്കറ്റിൽ ഇവയൊക്കെ അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും ഒരിക്കലും അതിനൊരു ബദലല്ല. ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ പല കാറ്റഗറി ഉണ്ട്. ഇപ്പം നോ കാലറി ഷുഗർ ഫ്രീ പ്രോഡക്ട്സ്, അതിൽ വരുന്ന അസ്പാറ്റിൻ, സാക്കറിൻ, ഈ വക സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വ്യക്തി അത് കഴിക്കുമ്പം ആ മധുരം ഫീൽ അവർക്ക് ഉണ്ടാവും. അതേസമയം കാലറീസ് റൈസ് ചെയ്യണില്ല. നമ്മളെപ്പോഴും ഡയബറ്റീസിൽ കാലറീസ് ആണല്ലോ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ലോ കാലറി, ഇതിപ്പോൾ നോ ആയിരുന്നെങ്കിൽ ലോ കാലറി, അത് ഓർഗാനിക് പ്രോഡക്ട്സ് തന്നെ ഒരു കുറേ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമ്മൾ പറയാറുണ്ട്. ചില ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഉണ്ട്, ചില സ്റ്റീവിയ പോലത്തെ ചില ലീവ്സിൻ്റെ എക്സ്ട്രാക്ട്സ് ഉണ്ട്. ഇവയെല്ലാം ലോ കാലറി ആണ് ആൻഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് കൂടാതെ ഒരു പുതിയ കാറ്റഗറി ഷുഗർ ആൽക്കഹോൾസ് അല്ലെങ്കിൽ പോളിയോൾസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വക സാധനങ്ങളുടെ എല്ലാം മെയിൻ എയിം എന്ന് വെച്ചാൽ മധുരം കഴിക്കാൻ സാധിക്കാത്ത ഡയബറ്റിക് പേഷ്യൻസിന് ആ മധുരം കിട്ടുന്നു എന്നുള്ളൊരു ഫീലോടുകൂടി കാലറി കൗണ്ട് കൂട്ടാതെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇവയെല്ലാം നല്ലതാണോ, ആരോഗ്യകരമാണോ? ഈ 100% ആരോഗ്യകരമാണോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ 100% നോ. അങ്ങനെ നമുക്ക് അത് അത്ര ആരോഗ്യകരമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ലോങ് ടേം യൂസിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു ഗുഡ് എഫക്റ്റ് കിട്ടുന്നുണ്ടെങ്കിലും അതിലേറെ ഒരു റീനൽ ലോസ്, അതായത് കിഡ്നീസിനൊരു ലോഡായിട്ട് വരുന്ന സാധനം. കിഡ്നിയാണ് എല്ലാ സാധനങ്ങളെയും ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നാച്ചുറലി ഇതിൻ്റെ ബൈ പ്രോഡക്ട്സിനെയും ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ടത് കിഡ്നിയാണ്. അപ്പം കിഡ്നിക്ക് ലോഡ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതാണ് ഈ ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളിൽ ഒട്ടുമിക്കതും. അതുകൂടാതെ ഇതിൻ്റെ യൂസ് കൊണ്ട് നമ്മുടെ ബോഡി സെൽസിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനുള്ള സാധ്യതയാണ് എപ്പോഴും ഉണ്ടാവുക. അത് മാത്രമല്ല ലോങ് ടേം യൂസ് കഴിയുമ്പോഴത്തേക്കും ബോഡി വെയിറ്റ് കൂടാനും, അതായത് ഒബീസിറ്റി പോലെ, മോർബിഡ് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം പോലത്തെ കോംപ്ലിക്കേഷൻസിൽ ചെന്ന് ഈ വ്യക്തി എൻഡപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതിന് രണ്ടും വെയിറ്റേജ് എടുക്കുക. ഇപ്പോൾ സാക്കറിൻ പോലെ അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ വൺസ് ഇൻ എ വൈൽ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് കഴിച്ചു, ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോൾ കഴിച്ചു എന്നും പറഞ്ഞ് നമുക്ക് വലിയ ദോഷങ്ങളോ നാശങ്ങളോ ഒന്നും ഉണ്ടാവാൻ പോണില്ല. പക്ഷേ ഇതൊരു റെഗുലർ ബേസിസിൽ എടുക്കുന്നത് ഒരിക്കലും മെഡിക്കലി അഡ്വൈസബിൾ അല്ല. ഏത് പേഷ്യൻ്റ് ആണെങ്കിലും ഇതിൻ്റെ പിന്നെ ചിലർ ഇപ്പം ഷുഗർ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ, ഡയബറ്റീസ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ, ഞാൻ ടോട്ടൽ ഷുഗർ കട്ടാണ്, ഇതെന്തെങ്കിലും യൂസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് വ്യക്തിയെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഇത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുള്ളൂ. അതർവൈസ് ഇത് റെഗുലർ യൂസ് അഡ്വൈസബിൾ അല്ല. ഫോർ ദ ടൈം നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ ചിലതിനൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ലൈക്ക് ഇത് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബിറ്റർ ടേസ്റ്റ് വരാം, ഒരു ഓക്കാനം പോലത്തെ ഫീച്ചേഴ്സ് വരാം. ചില ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾക്ക് ഗ്യാസ്ട്രിക് അപ്സെറ്റ്, ലോങ് ടേം യൂസ് വേണമെന്നില്ല. ആക്ച്വലി ഒരു ചെറിയ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്യാസ്ട്രിക് അപ്സെറ്റ് വന്ന് ഡയറിയ പോലത്തെ സിംറ്റംസ് ഒക്കെ വന്നെന്നിരിക്കാം. അപ്പോൾ ഇതിൻ്റെ യൂസ് എപ്പോഴും ഒരു മെഡിക്കൽ അഡ്വൈസിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഡയബറ്റിക് ആണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്ത് നോർമൽ ഫുഡിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്.